നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. ജീവിതത്തിൽ വിജയിക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോകളിലൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ വിജയിക്കുന്നതിന് വേണ്ടി, ഒരു മാറ്റം വരുന്നതിന് വേണ്ടി നമ്മൾ ചില തത്വങ്ങൾ നമ്മുടെ കൂടെ കൂട്ടണം. ചില തത്വങ്ങൾ നാം ജീവിതത്തിൽ പുലർത്തണം. അതിനെ സഹായിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളാണ് ജീവിതത്തിൽ മാറ്റം വരുത്തുന്നതിന്, വിജയിക്കുന്നതിന്, നല്ല ഒരു വ്യക്തിത്വം രൂപപ്പെടുത്തിയെടുക്കുന്നതിന്, ആളുകളെ ഇംപ്രസ് ചെയ്യുകയും നമ്മളിലേക്ക് ആകർഷിക്കുകയും ഒക്കെ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള 6 തത്വങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ തത്വം, നെവർ ഡിഫെൻഡ് യുവർ സെൽഫ് വെൻ ക്രിട്ടിസൈസ്ഡ്. ആളുകൾ പലതരത്തിലാണ്. ആവശ്യമില്ലാതെ വിമർശിക്കും, ആവശ്യത്തിനനുസരിച്ച് വിമർശിക്കും. ഒരുപക്ഷെ നാം ചെയ്യാത്ത, അറിയാത്ത പല കാര്യങ്ങളും നമ്മുടെ പേരിൽ ആരോപിക്കപ്പെടും. ആ സമയത്തൊന്നും നമ്മൾ അവരോട് ഡിഫെൻഡ് ചെയ്തുകൊണ്ട് അതിനെ അങ്ങനെയല്ല എന്ന് തെളിയിക്കാൻ നാം ഒരിക്കലും ശ്രമിക്കരുത്. കാരണം നമ്മൾ എത്ര പറഞ്ഞാലും, എത്ര മനസ്സിലാക്കി കൊടുത്താലും അവർക്ക് ആ കാര്യം ബോധ്യമാകില്ല. അവരുടെ കാഴ്ചപ്പാടിലൂടെ കണ്ടതോ അല്ല എങ്കിൽ അവർ വിശ്വസിക്കുകയോ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുകയോ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് അവർ പറയുക. ഒരിക്കലും നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകളോട് തർക്കിക്കാനോ അതിനെ തെളിയിക്കാനോ അങ്ങനെയല്ല എന്ന് ബോധ്യപ്പെടുത്താനോ ശ്രമിക്കരുത്. രണ്ടാമത്തെ തത്വം, ഡോണ്ട് ടെൽ ദം, ഷോ ദം. നമ്മൾ ഇങ്ങനെ വലിയ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കരുത്. നമ്മൾ നല്ലൊരു വ്യക്തിയാണ് എന്ന് നമ്മൾ ആരെയും പറഞ്ഞു ബോധ്യപ്പെടുത്തരുത്. നമ്മൾ ചെയ്യുന്ന നന്മകളെ, നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ പറഞ്ഞ് ആളുകൾ അറിയുന്നതിന് പകരം നമ്മൾ പ്രവർത്തിച്ചു കാണിക്കുക. ഒരുപാട് വായാടിത്തം കാണിച്ചുകൊണ്ട്, ഒരുപാട് കാര്യം ചെയ്തുകൊണ്ട് ഒരിക്കലും നമ്മളൊരു നല്ല വ്യക്തിയാണ്, നല്ല ഒരു മനുഷ്യനാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്, ഞാൻ ഇന്നലെ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഞാൻ നല്ല ഒരാളാണ്, നല്ല വ്യക്തിത്വമാണ് എന്ന് തെളിയിക്കുന്നതിനാവശ്യമായ രീതിയിൽ നമ്മൾ ഒരിക്കലും കാര്യങ്ങളെ സംസാരിക്കരുത്. നാം പ്രവർത്തിച്ചു കാണിക്കുക. മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ, അല്ലാത്തവർ അവഗണിച്ചു കളയട്ടെ. എങ്കിലും നാം ഒരിക്കലും ചെയ്യുന്ന കാര്യങ്ങളെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ നാം കൃത്യമായി നന്മ ചെയ്യുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, എന്നിട്ട് പ്രൂവ് ചെയ്യുക, ചെയ്ത് കാണിക്കുക നാം നല്ല വ്യക്തിത്വമാണ് എന്നല്ലാതെ വെറുതെ വായാടിത്തം പറഞ്ഞങ്ങനെ സമയം കളയാതെ അത് നമ്മൾ ഇകഴ്ത്തപ്പെടാനും നമ്മൾ പരിഹസിക്കപ്പെടാനും ഒക്കെ കാരണമാകുമെന്നല്ലാതെ അതിൽ നിന്ന് നമുക്കൊരു ഗുണവും കിട്ടില്ല. അതുകൊണ്ട് ഒരിക്കലും നാം പറഞ്ഞുകൊണ്ട് നമ്മൾ നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു വ്യക്തിത്വമാണ് എന്ന്, ഞാൻ വലിയ ആളാണ് എന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നതിന് പകരം ചെയ്ത് കാണിക്കുക. മൂന്നാമത്തെ കാര്യം, ഡോണ്ട് എൻഗേജ് ഇൻ ഗോസിപ്സ്. അതായത് ഗോസിപ്പുകൾക്ക് പിറകെ, ഈ അനാവശ്യ വർത്തമാനങ്ങൾക്ക് പിറകെ, അനാവശ്യ തർക്കങ്ങൾക്ക് പിറകെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് എൻഗേജ് ചെയ്യാതിരിക്കുക. അത്തരം കാര്യങ്ങൾ നടക്കുകയാണ് എങ്കിൽ ഒരു താല്പര്യവും കാണിക്കാതെ നമ്മൾ അവിടെ നിന്നും രക്ഷപ്പെടുക. ഒരിക്കലും മറ്റുള്ളവരെ കുറ്റം പറയുന്നതിലോ മറ്റുള്ളവരെ വിഷയങ്ങളെ അനാവശ്യമായി പറയുകയോ, ഉള്ളത് പറയുകയോ ഇല്ലാത്തത് പറയുകയോ ഒന്നും ചെയ്യാതെ നമ്മൾ അനാവശ്യമായിട്ട് അന്യന്റെ, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെടാതെ, അവരെ വിലയിരുത്താതെ, അവരെ കുറിച്ച് അങ്ങനെ പറയാതിരിക്കുക. അങ്ങനെ ആരെങ്കിലും പറയുന്നു എങ്കിൽ നമ്മൾ അവിടുന്ന് രക്ഷപ്പെടുക. നമ്മളോട് ആരെങ്കിലും പറയുന്നു എങ്കിൽ നമുക്കത് കേൾക്കാൻ താല്പര്യമില്ല എന്ന് അവരോട് വെട്ടിത്തുറന്നു തന്നെ പറയുക. അതൊരു നല്ല സ്വഭാവത്തിന്റെ അടയാളമാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളോട് ഒരാൾ മറ്റൊരാളെ കുറിച്ച് ഗോസിപ്പ് പറയുന്നുവെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത്, നമ്മളവിടെ നിന്ന് പോയാൽ നമ്മളെ കുറിച്ച് അവർ മറ്റുള്ളവരോട് ഗോസിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയോ അത് കേട്ടു നിൽക്കുകയോ ചെയ്യാതെ അവിടെ നിന്ന് രക്ഷപ്പെടുകയോ, നമ്മളോട് ആരെങ്കിലും പറയുകയാണെങ്കിൽ എനിക്കതൊന്നും കേൾക്കാൻ താല്പര്യമില്ല, അത്തരം സംസാരവുമായി എന്നെ സമീപിക്കരുത് എന്നു തന്നെ പറയുക. നാലാമത്തെ കാര്യം, നമ്മുടെ കൺട്രോളിൽ പെടാത്ത കാര്യങ്ങൾ, അതിനെക്കുറിച്ച് അങ്ങനെ കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്കൊരു അപകടം സംഭവിച്ചു, നമുക്കൊരു കാര്യം സംഭവിച്ചു, അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ കൺട്രോളിൽ പെടാത്ത ഒരു കാര്യം സംഭവിച്ചാൽ അതിനെക്കുറിച്ച് കംപ്ലൈന്റ് പറയാതിരിക്കുക. പൊതുവെ കംപ്ലൈന്റുകൾ തന്നെ പറയുന്നത്, നമ്മൾ പലപ്പോഴും കംപ്ലൈന്റ് പറയുന്നത് മറ്റുള്ളവരുടെ ഒരു സിമ്പതി കിട്ടുന്നതിന് വേണ്ടിയായിരിക്കും. സിമ്പതി പ്രതീക്ഷിച്ചുകൊണ്ട് ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അത് മോശപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളെ നെഗറ്റീവായി ബാധിക്കുന്ന
ഒന്നാണ്. ഒരു സിമ്പതിക്ക് വേണ്ടി ഒരാളുടെ മുന്നിൽ നിൽക്കുന്നത് പോലും നമ്മുടെ വ്യക്തിത്വത്തെ കുറച്ച് കാണുന്ന, നാം സ്വയം ചെറുതാകുന്ന ഒന്നാണ്. അതുകൊണ്ട് നമ്മൾ കംപ്ലൈന്റ് ചെയ്യാനേ പാടില്ല. കംപ്ലൈന്റ് ചെയ്യേണ്ടത് അത് പറയേണ്ട സ്ഥലങ്ങളിലാണ്, അതിൻ്റെ അതോറിറ്റിയിലാണ് പറയേണ്ടത്. നാം ഒരാളോട് ഒരു കംപ്ലൈന്റ് പറയുമ്പോൾ അത് പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട്, അവിടെ അതിനൊരു പരിഹാരം ഉണ്ടാകും എന്ന് നമുക്ക് വിശ്വാസമുള്ളിടത്ത് മാത്രമേ കംപ്ലൈന്റ് പറയാവൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ കൺട്രോളിൽപ്പെട്ട കാര്യങ്ങളല്ലാത്ത ഒന്നിൻ്റെ പേരിൽ വെറുതെ കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കരുത്. അഞ്ചാമത്തെ കാര്യം, ലേൺ ടു റെസ്പോണ്ട്, നോട്ട് ടു റിയാക്ട്. നമ്മൾ കാര്യങ്ങളോട് റെസ്പോണ്ട് ചെയ്യാൻ പഠിക്കുക, റിയാക്ട് ചെയ്യാനല്ല. റെസ്പോണ്ടും റിയാക്റ്റും രണ്ടു തരത്തിലാണ്. റെസ്പോണ്ട് എന്ന് പറയുന്നത് നാം ആ കാര്യത്തെ കൃത്യമായി മനസ്സിലാക്കി അതിനെക്കുറിച്ച് കൃത്യമായി ചിന്തിച്ച് ആലോചിച്ച് പഠിച്ച് വ്യക്തമായ ധാരണയോടുകൂടി നാം അതിനോട് പ്രതികരിക്കുന്നതാണ് റെസ്പോണ്ട്. റിയാക്ട് എന്ന് പറയുന്നത് ഒരു കാര്യം കേട്ടപാടെ ഇമോഷണലി എടുത്തുകൊണ്ട് യാതൊരു ചിന്തയുമില്ലാതെ, ഒരു മുൻവിധിയുമില്ലാതെ, യാതൊരു ചിന്തയുമില്ലാതെ എടുത്തു ചാടിക്കൊണ്ട് അതിനോട് പ്രതികരിക്കുന്നതാണ് റിയാക്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് ലേൺ ടു റെസ്പോണ്ട്, നോട്ട് ടു റിയാക്ട്. നമ്മളൊരു കാര്യത്തോട് നല്ല ധാരണയോടുകൂടി റെസ്പോണ്ട് ചെയ്യുമ്പോൾ അത് ചിന്തിച്ച് അതിൻ്റെ വരും വരായികളെ കുറിച്ചൊക്കെ ഓർത്തുകൊണ്ടാണ് പ്രതികരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് വളരെ പോസിറ്റീവായിരിക്കും. റിയാക്ട് അങ്ങനെയല്ല. ഒരാൾ നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ, അല്ല എങ്കിൽ നമ്മളോട് ഒരാൾ ഒരു പ്രതികരണം നടത്തിയാൽ ആ സ്പോട്ടിൽ അത് ഇമോഷണലി എടുത്തു യാതൊരു ചിന്തയുമില്ലാതെ എടുത്തു ചാടി കാര്യങ്ങളെ പറയുകയും അതിൻ്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത്, അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് പ്രവചിക്കാൻ കഴിയാത്ത രീതിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് നിശ്ചയമില്ലാത്ത രീതിയിൽ, അത്രമേൽ അപകടകരമായ രീതിയിലായിരിക്കും ഒരു പക്ഷേ അതിൻ്റെ റിസൾട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും റെസ്പോണ്ട് ചെയ്യുകയല്ലാതെ റിയാക്ട് ചെയ്യരുത്. ആറാമത്തെ കാര്യം, ലേൺ ടു എംബ്രേസ് സോളിറ്റ്യൂഡ്. ഏകാന്തതയെ സ്വീകരിക്കാൻ നാം തയ്യാറാകുക. പലപ്പോഴും ജീവിതത്തിൽ ഏകാന്തത അനുഭവിക്കുന്ന സമയത്താണ് പുതിയ ചിന്തകൾ വരുന്നത്. ആ പുതിയ ചിന്തകൾ പ്രാവർത്തികമാക്കാനുള്ള ഐഡിയ കണ്ടെത്തുകയും അത് റിപ്പീറ്റായി ചെയ്യുകയും വീണ്ടും ചെയ്യുകയും വീണ്ടും വീണ്ടും ചെയ്യുകയും ചെയ്യുമ്പോഴാണ് സക്സസ് എന്ന ഒരു കാര്യത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് നമ്മൾ ഏകാന്തതയെ ഇഷ്ടപ്പെടുക, ഏകാന്തതയെ സ്വീകരിക്കാൻ തയ്യാറാകുക, ഏകാന്തതയെ ഒരു അവസരമായി കാണാൻ ശ്രമിക്കുക, അത് ആ അവസരത്തെ കൃത്യമായി ഉപയോഗിക്കാൻ പഠിക്കുക. അതുകൊണ്ട് ഏകാന്തതയെ ഒരു പ്രശ്നമായി കാണാതെ, ഒരു നെഗറ്റീവായ കാര്യമായി കാണാതെ, ജീവിതത്തിൽ പലപ്പോഴും ഏകാന്തനായി ജീവിക്കേണ്ടി വന്നേക്കാം. പക്ഷേ ആ ഏകാന്തതയിൽ ജീവിച്ച സമയത്താണ് വലിയ വലിയ പ്രവാചകന്മാരും മഹത്തുക്കളും വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ശാസ്ത്രജ്ഞരുമെല്ലാം അത്തരം ഒരു അവസ്ഥയിലൂടെ കടന്നുപോയപ്പോഴാണ് എല്ലാ ഫിലോസഫർമാരും തത്വചിന്തകരുമെല്ലാം വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി. ഏകാന്തത എന്നത് ഒരു പ്രശ്നമായി കാണാതെ അതിനെ ഒരു അവസരമായി കണ്ട് അതിനെ പോസിറ്റീവായി സ്വീകരിക്കാൻ നാം പഠിക്കുക. ഈ 6 തത്വങ്ങൾ നാം ജീവിതത്തിൽ പാലിക്കുകയാണ് എങ്കിൽ നല്ല ഒരു വ്യക്തിയായി മാറാനും, ആളുകൾക്കിടയിൽ നല്ല ഒരു ഇംപ്രഷൻ ലഭിക്കാനും, ആളുകളുടെ ഇടയിൽ ഒരു ബഹുമാനം ലഭിക്കാനും, റെസ്പെക്റ്റ് ലഭിക്കാനും, നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താനും മാറ്റങ്ങൾ വരുത്താനും സഹായിക്കുമെന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ഈ തത്വങ്ങളെ പകർത്താൻ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള പോസിറ്റീവായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.